പ്രിയ വിദ്യാർത്ഥികളെ, ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബിസിനസ് സ്ഥാപനം തയ്യാറാക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്നത്? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്? ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് ടു പ്രസൻറ്റ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടിൻ്റെ പേരാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് അക്കൗണ്ടുകൾ വരുന്നുണ്ട്, ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനു വേണ്ടി തയ്യാറാക്കുന്നു? ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് റൈസിംഗ് ഫ്രം ദ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ്. ഇപ്പോൾ ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടുന്ന ലാഭവും നഷ്ടവും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് അതല്ലെങ്കിൽ ഗ്രോസ് ലോസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട് വിച്ച് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരിയഡ്. ഒരു അക്കൗണ്ടിങ് പീരിയഡിൽ ആ ബിസിനസ് സ്ഥാപനത്തിന് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇപ്പോൾ ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കിയത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനുള്ള രണ്ടാമത്തെ ഒബ്ജക്റ്റീവാണ് ടു പ്രസൻറ്റ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ഫിനാൻഷ്യൽ പൊസിഷൻ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരാണ് ബാലൻസ് ഷീറ്റ് ഓർ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റിൽ പ്രധാനമായിട്ടും അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ ഈ മൂന്ന് ഗ്രൂപ്പിൽ വരുന്ന അക്കൗണ്ടുകളാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് ഈസ് എ statement prepared for showing the financial position of the business, summarizing its assets, liabilities and capital at a given date. ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അസറ്റും ലയബിലിറ്റീസും ക്യാപിറ്റലും പ്രസൻറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്ന പേരാണ് ബാലൻസ് ഷീറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റിന് എന്തുകൊണ്ടാണ് ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കുന്നത്? ഇറ്റ് ഈസ് കാൾഡ് ബാലൻസ് ഷീറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാലൻസസ് of ledger accounts that have not been transferred to trading and profit and loss account. ട്രയൽ ബാലൻസിനെ ബേസ് ചെയ്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നത്. ട്രയൽ ബാലൻസിൽ വരുന്ന എക്സ്പെൻസുകളും ഇൻകങ്ങളും നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസ് അക്കൗണ്ടുകളുടെയും ഇൻകം അക്കൗണ്ടുകളുടെയും ബാലൻസ് ആണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ട്രയൽ ബാലൻസിൽ വരുന്ന മറ്റ് അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? അസറ്റ് അക്കൗണ്ടുകൾ വരും, ലയബിലിറ്റി അക്കൗണ്ടുകൾ, ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ മൂന്ന് ഗ്രൂപ്പുകളിലും വരുന്ന അക്കൗണ്ടുകളുടെ ബാലൻസ് ആണ് നമ്മൾ എവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കാം. ഇപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ഹെഡിങ് എഴുതുന്ന സമയത്ത് ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പേരും ആ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന ഡേറ്റും ഉൾപ്പെടുത്തണം. ബാലൻസ് ഷീറ്റ് ഓഫ് കമ്പനിയുടെ പേര് കൊടുക്കണം, ദെൻ ആസ് ഓൺ ഡേറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന ഡേറ്റും കൊടുത്തിരിക്കണം. രണ്ട് സൈഡുകളാണ് ഒരു ബാലൻസ് ഷീറ്റിന് വരുന്നത്, ലയബിലിറ്റി സൈഡ് ആൻഡ് അസറ്റ് സൈഡ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ട് അല്ല, ഇറ്റ് ഈസ് ഓൺലി എ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്ന രീതിയിൽ നമുക്കിതിനെ പറയാൻ കഴിയില്ല. ഇതിന് ലെഫ്റ്റ് സൈഡിനെ ലയബിലിറ്റി സൈഡ് എന്ന് പറയും, റൈറ്റ് സൈഡിനെ അസറ്റ് സൈഡ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ലയബിലിറ്റി സൈഡിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഐറ്റം ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പോൾ ട്രയൽ ബാലൻസിൽ നിന്ന് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിനുശേഷം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അത് ഈ ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്യണം. ഇനി നെറ്റ് ലോസ് ആണെങ്കിലോ? നെറ്റ് ലോസ് ആണെങ്കിൽ ലെസ് നെറ്റ് ലോസ്. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം, ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യണം. അതിനുശേഷം ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് എഴുതണം. അങ്ങനെ അതിൻ്റെ ഫൈനൽ എമൗണ്ട് ആണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ട്രയൽ ബാലൻസിൽ നിന്ന് ക്യാപിറ്റൽ ബാലൻസ് എഴുതി അതിനോടുകൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം, അതല്ലെങ്കിൽ നെറ്റ് ലോസ് ലെസ് ചെയ്യണം. ദെൻ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതും ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് ആണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ഇനി രേഖപ്പെടുത്തേണ്ടത് ലോങ് ടേം ലോൺസ്, ദീർഘകാലത്തേക്കുള്ള ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തണം. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ്,
ദെൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ, ഏതെങ്കിലും എക്സ്പെൻസ് കൊടുക്കാനുണ്ടെങ്കിൽ അതൊരു ലയബിലിറ്റിയാണ്, ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം. ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം മുൻകൂട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, വരും വർഷത്തേക്കുള്ള ഒരു ഇൻകം ഈ വർഷം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ലയബിലിറ്റിയാണ്, അത് ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം. ദെൻ അസറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗുഡ് വിൽ, പാറ്റന്റ് റൈറ്റ്, കോപ്പി റൈറ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, മോട്ടോർ കാർ, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, സൺട്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്. അപ്പോൾ ഇത്രയും അക്കൗണ്ടുകളാണ്, ഇത്രയും അസറ്റുകളാണ് അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ക്യാപിറ്റലും ലയബിലിറ്റീസും ആണ് ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തേണ്ടത്, അസറ്റ്സ് ആണ് അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷം രണ്ട് എമൗണ്ട് കോളങ്ങളും ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ ഈക്വൽ എമൗണ്ട് ആണ് നമുക്ക് കിട്ടേണ്ടത്. അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രകാരമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ? അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇവിടെ ഒരു സൈഡിൽ അസറ്റ്സുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മറുഭാഗത്ത് ലയബിലിറ്റീസും ക്യാപിറ്റലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ രണ്ട് സൈഡിലെയും ടോട്ടൽ എങ്ങനെയായിരിക്കണം? രണ്ട് സൈഡിലെയും ടോട്ടൽ ഈക്വൽ ആയിട്ട് വരണം. ഇവിടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് സൈഡിൽ ആദ്യം ഫിക്സഡ് അസറ്റുകൾ എഴുതി, അതിനുശേഷം കറണ്ട് അസറ്റുകൾ എഴുതി. ലയബിലിറ്റി സൈഡിൽ ആദ്യം ലോങ് ടേം ലയബിലിറ്റീസ് എഴുതി, അതിനുശേഷം കറണ്ട് ലയബിലിറ്റീസ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഓർഡറിലാണ് അക്കൗണ്ടുകൾ രേഖപ്പെടുത്തിയതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഫോർമാറ്റിൽ ലയബിലിറ്റി സൈഡിൽ ആദ്യം രേഖപ്പെടുത്തിയത് ക്യാപിറ്റൽ, അതിനുശേഷം ലോങ് ടേം ലയബിലിറ്റീസ്, ദെൻ അതിനുശേഷം കറണ്ട് ലയബിലിറ്റീസ്. അസറ്റ് സൈഡിൽ ആദ്യം രേഖപ്പെടുത്തിയത് ഫിക്സഡ് അസറ്റ്, അതിനുശേഷം കറണ്ട് അസറ്റ്. പെർമനൻ്റായി നിലനിൽക്കുന്ന ബാധ്യതകളാണ് ലയബിലിറ്റി സൈഡിൽ ആദ്യം രേഖപ്പെടുത്തിയത്. പെർമനൻ്റായി നിലനിൽക്കുന്ന അസറ്റുകളാണ് അസറ്റ് സൈഡിൽ ആദ്യം രേഖപ്പെടുത്തിയത്. ദെൻ ആ പെർമനൻസി കുറഞ്ഞു വരുന്ന അക്കൗണ്ടുകളാണ് അതിൻ്റെ താഴെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഓർഡറിന് പറയുന്ന പേരാണ് ഓർഡർ ഓഫ് പെർമനൻസ്. ഇനി ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റിലാണ് അക്കൗണ്ടുകൾ ക്രമീകരിച്ചതെങ്കിൽ എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ആദ്യം കറണ്ട് ലയബിലിറ്റീസ്, പിന്നെ ലോങ് ടേം ലയബിലിറ്റീസ്, പിന്നെ ക്യാപിറ്റൽ. അസറ്റ് സൈഡിൽ ആദ്യം കറണ്ട് അസറ്റ്, പിന്നെ ഫിക്സഡ് അസറ്റ്. ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളാണ് ലയബിലിറ്റി സൈഡിൽ ആദ്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉടനെ തന്നെ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന, ഒരു വർഷത്തിനകം ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളാണ് അസറ്റ് സൈഡിൽ ആദ്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓർഡറിന് പറയുന്ന പേരാണ് ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. എന്താണ് മാർഷലിംഗ് എന്ന് പറഞ്ഞാൽ? അറേഞ്ച്മെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ എ പർട്ടിക്കുലർ ഓർഡർ ഈസ് നോൺ ആസ് മാർഷലിംഗ്. അപ്പോൾ മാർഷലിംഗ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഓർഡറിൽ അസറ്റും ലയബിലിറ്റീസും ക്രമീകരിച്ച് എഴുതുകയാണെങ്കിൽ അതിനെയാണ് മാർഷലിംഗ് എന്ന് പറയുന്നത്. ഇൻ എ ബാലൻസ് ഷീറ്റ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ അറേഞ്ച്ഡ് ഐദർ ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ഓർ പെർമനൻസ്. ഇപ്പോൾ ലോങ് ടേം ലയബിലിറ്റീസും ഫിക്സഡ് അസറ്റുകളും ആദ്യം രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ ഓർഡറിനെ ഓർഡർ ഓഫ് പെർമനൻസ് എന്ന് പറയും. കറണ്ട് ലയബിലിറ്റീസും കറണ്ട് അസറ്റും ആണ് ബാലൻസ് ഷീറ്റിൽ ആദ്യം രേഖപ്പെടുത്തുന്നതെങ്കിൽ ആ ഓർഡറിനെ നമുക്ക് എന്ത് പറയാം? ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയാം. പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? എന്താണ് ബാലൻസ് ഷീറ്റ്? ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു പ്രസന്റ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് ബാലൻസ് ഷീറ്റ്. ദെൻ അതിനുശേഷം നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കി. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്ത ഏതെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം നമുക്കൊരു ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കാനുള്ള ഒരു ഇലുസ്ട്രേഷൻ ചർച്ച ചെയ്യാം. ഓക്കെ.